ഇവിടെ ഒച്ചപ്പാട്. കുട്ടി ഇങ്ങോട്ട് വരുമോ? ഇങ്ങോട്ട് വരുമോ? ഹലോ കുട്ടി. ഇങ്ങോ പറഞ്ഞുതരാം. ആളെ തേടുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര വിഷമത്തിലാ കുട്ടി. വിഷമം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു എനിക്കൊരു വിഷമം, മൊത്തത്തിലൊരു എന്തോ ഒരു വിഷമം തരുന്നു. അതായത് ഞാൻ ആഗ്രഹിക്കുന്ന, എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടീനെ തപ്പിക്കൊണ്ട് ഞാൻ കുറേ വർഷങ്ങളായി ഞാൻ ഈ സിറ്റിയിൽ കിടന്ന് അലയുന്നു. പക്ഷേ എനിക്ക് ആ ഒരു രൂപത്തിൽ അങ്ങനെ ആരും കാണാൻ പറ്റില്ല. പക്ഷെ കുട്ടിയെ കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു സ്പാർക്ക്, എന്തോ ഒരു ഉള്ളിലൊരു ഇടയിലൊരു ഇത് മൊത്തത്തിൽ മീൻസ് മുടി, കാല് വിളിക്കവളാ. ഇങ്ങോട്ട് വിളിക്ക്. ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ. ഞാനിട്ട് കണ്ണൂർ കിങ്ങുണ്ട് പറ. ഓ തമാശയാണോ? കുട്ടീന്റെ പേരെന്താ? ദർശന. നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ മറന്നുപോയോ? ഒന്നിക്ക് കോള് കട്ടില്ലെങ്കിൽ ഞാൻ സംസാരിക്കാം. നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഒരു മിനിറ്റ് എടി, കോള് കട്ടായില്ലേ? എടി കട്ടിയടി. നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലോ പണ്ട് നമ്മള് താരന്റെ. അതെ. അപ്പൊ എന്നെ മനസ്സിലായല്ലേ? ഞാൻ കാണാൻ വേണ്ടി നിക്കാ. നിങ്ങളൊരു അച്ഛൻ, എന്താ കണ്ണൻ ശ്രാങ്ക്? അച്ഛനില്ലേ? നിങ്ങളൊരു അച്ഛൻ എന്ന് പറഞ്ഞിട്ടൊരു കണ്ണൻ ശ്രാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങായി ഈ ഭാഗത്തൂടെ നടക്കുന്നതാണല്ലോ. മീൻകാരൻ. അതെ. കണ്ണൻ ശ്രാങ്ക്. കുട്ടി എങ്ങനെ? അപ്പൊ ഇപ്പൊ കമ്മിറ്റഡ് ആണോ? ആരോടൊക്കെ പറയാമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പക്ഷെ ഫ്രണ്ട് ആയിട്ടാ വിട്. അത് വിട്ടേ. അങ്ങനെയല്ല, നമ്മള് ഒത്തിരി അടുപ്പമുള്ളവരോട്. ശരി, മനസ്സിലായി. ഇല്ലില്ല, ആരാ അങ്ങനൊന്നും ചോദിക്കാൻ. ഞാൻ അങ്ങനെ ഒരു ഇതല്ല. കുട്ടി എന്നെ കണ്ട രീതി മാറിപ്പോയി എനിക്ക് തോന്നുന്നു. ആക്ച്വലി അത് മാത്രല്ല, അതിന്റെ അപ്പുറത്തോട്ടേക്ക് എനിക്കൊരു ഇതുണ്ട്, മനസ്സിലായോ? ആക്ച്വലി BA CA LA ഓൾഡർ. ഹലോ, അതായത് കുറെ ഡിഗ്രീസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മെൻഷനാണ് ഞാൻ. അങ്ങനെ ഒരു താരന്റെ ബോയ് ഫ്രണ്ട് മാത്രമല്ല ഞാൻ. അത് കുട്ടി ആലോചിക്കണം. കുട്ടി എന്തോ ഒരു താരന്റെ ബോയ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിക്കുന്നത്. അതെ, പരിചയം അങ്ങനെ തന്നെയാണ്. പക്ഷെ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഓൾഡർ, കാർ ഓൾഡർ. നോ പ്രോബ്ലം. അതെ. ശരി, അപ്പൊ കുട്ടി ഇപ്പൊ ഫ്രീ ആണോ? എനിക്ക് കുറച്ച് ഒറ്റക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീ അല്ലെങ്കിലും വേണ്ട, കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ഏത് മല കയറാനോ അങ്ങനെ. അല്ല, അങ്ങനെയല്ല. മല കയറുക മീൻസ് ജസ്റ്റ് ഇവിടുന്ന് നമ്മള് പുറത്ത് പോയിട്ട് എവിടെങ്കിലും നിൽക്കുക. അതാണ് മല കയറുക എന്ന് പറയുന്നത്. ഇറ്റ്സ് മൈ ഹോബി, മല കയറുക.
പക്ഷെ നല്ല രസമാട്ടോ മല കയറാൻ, നല്ല രസമാണ്. മലന്റെ മുകളിലൊരു സാധനമുണ്ട്, ഒരു ഒരു ഭയങ്കര സംഭവം. അത് കണ്ടാൽ കിട്ടും, അത് കണ്ടാൽ എന്തായാലും കിട്ടും, ഉറപ്പാ. ചില്ലാടല്ല, വേറൊരു സ്ഥലമുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ്. കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പോവാം, ഞാൻ പറയാം. അതൊരു അൺഎക്സ്പ്ലെയിനബിൾ വ്യൂ ആയിരിക്കും, വ്യൂ പോയിന്റ് ആണ്. വ്യൂ പോയിന്റ് എന്നല്ല, വന്നോളൂ. അപ്പൊ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഭയങ്കര വ്യൂ ആണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ കുട്ടി വരും. എന്താ? ഹലോ കുട്ടി, പേരെന്താ? ഹലോ 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 അല്ല, എങ്ങനെയുണ്ട് ദർശന? നമ്മളെ പ്രാങ്ക് എങ്ങനെയുണ്ട് ദർശന? ദർശന പ്രാങ്ക് എങ്ങനെ? ഞാൻ പ്രാങ്ക് ആക്കിയതാണ്. അനക്കെന്താ നീ വരൂല എന്നൊക്കെ അറിയല്ല പൊട്ടത്തി. അനക്കറിയാം നീ വരൂന്നുള്ള കാര്യം, അനക്ക് 100% ഷുവറല്ലേ? നീ വരൂന്ന് എനിക്ക് അത്രയും ഇതായിട്ട് എനിക്ക് അറിയാം. പക്ഷെ എന്നിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്തത് എന്തിനാ? എന്റെ താര വരുമ്പോ ഒന്ന് സർപ്രൈസ് ആയിക്കോട്ടെ, എന്റെ കുട്ടൂസ് എന്റെ കൂടെ വരുമ്പോ ഒന്ന് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാ. പറഞ്ഞോടുക്ക് ദർശന, ഇങ്ങനെ ഭയം പോലെ എനിക്കെല്ലാം പറഞ്ഞോടുക്കോ ദർശന. ദർശനം ഞാൻ കൊറേ നേരമായി ഇവിടെ പൊടിയൊക്കെ മാറ്റി സ്റ്റൈലൊക്കെ മാറ്റി വന്നപ്പം കണ്ടപ്പോ തിരിച്ചറിയാൻ പോലും പറ്റിയിട്ടില്ല. എപ്പോ നമ്മൾ ഇന്നലെ എത്ര സമയം അടുത്ത് വന്ന് ഞാനും ഉണ്ടെന്ന് പറഞ്ഞപ്പോ കുട്ടിയും പോരുന്ന്. അത് ദർശന, നീ രീതിയിൽ എണ്ണൊഴിക്കരുത്, ഇത് മനസ്സിലാക്കുക. ഞാൻ എന്നെ വെച്ചതാരാ? എണ്ണ ഒഴിച്ചതല്ല ഞാൻ പറയുന്നത്, ഞാൻ ഒരു കാര്യം പറയുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ ഇതാരാ ഈ കൊമ്പ് വെച്ചത്? എന്റെ ഗേൾഫ്രണ്ടാ ബ്രോ, വിട്ടുപിടി. അല്ല ബ്രോ, ഞാനല്ല ബ്രോ അവന്റെ ഗേൾഫ്രണ്ട്, ഞാൻ സിംഗിളാ. അല്ല ഓള് സിംഗിൾ അല്ല, വെറുതെ പറയുന്നത്. അല്ല സിംഗിൾ അല്ല. ഞാൻ ബ്രേക്കപ്പ് ആക്കി. എപ്പം ബ്രേക്കപ്പ്? നീ അതിന്റെ ഇടയിൽ കയറി കോൾ അടിക്കാൻ നോക്കല്ലേ. നിന്റെ പേരെന്താണ്? തലയിൽ കൊമ്പ് വെച്ചതാ? അത് ദർശന. ദർശന വേറെ ബോയ്സ് ഉണ്ടോ? എന്റെ ഫ്രണ്ട്സ് ആരെല്ലാം ഉണ്ടോ? നല്ല പയ്യന്മാരുണ്ട്. അല്ല നിന്റെ പേരെന്താ? പറ, നമുക്കൊന്ന് പോയി മീറ്റ് ചെയ്താലോ? പിന്നെന്താ, പോയിട്ട് നമുക്കൊരു ചായ ഒക്കെ കുടിച്ചിട്ട് വരാം. തമാശ കളിക്കല്ലേ. ഞാൻ ഒരു കാര്യം പറയാം, തമാശ അത് എന്റെ പേര് ഷമീർ, അതാ ചോദിക്കുന്നത്. ബ്രോന്റെ പേരെന്താന്നാ ഞാൻ ചോദിക്കുന്നത്. എന്റെ പേര് കോസ്റ്റ ബ്രോ. എന്ത്? ഉണ്ണി കോസ്റ്റ. ഇതാരാണ്? ഒന്ന് കാണും. ജേജേടാ മുത്തുമണി, എന്താടാ കൊറേ ആയല്ലടാ കണ്ടിട്ട്. ഞാൻ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. ഞാൻ എടല്ലോ ആയിക്കോടാ. ഒരു മിനിറ്റ്. നീ എന്നെ എനിക്ക് അടിയാൻ വാ ജേജ. ഇവിടെ ഞാൻ ഒരു ചെറിയ പ്രശ്നത്തിലാണ്. ഒരു മിനിറ്റ് നിക്ക്. ഈ പ്രശ്നം തീർക്കട്ടെ. ഞാൻ ഇപ്പൊ ഒരു പ്രശ്നത്തിനാണ്. നീ സപ്പോർട്ട് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ദർശന ഞാൻ പറയുന്ന ആദ്യം ഒന്ന് മനസ്സിലാക്കി. ദർശന, ഈ പറഞ്ഞ പോലെ നമ്മൾ തമ്മിൽ ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ലല്ലോ. എന്തിനാ വെറുതെ ഒരു ഇത്? ഞാൻ തമാശക്ക് കുട്ടീനെ പ്രാങ്ക് ആക്കാൻ വേണ്ടി കുട്ടീനെ പ്രാങ്ക് ആക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഇതാക്കിയത്. അത് വിട്. ഇവിടെ വന്ന് ഇപ്പൊ ദർശന പടങ്ങല്ലേ എനിക്കത് സങ്കടം വരും. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അല്ല ദർശന, ബാലനുണ്ട് സിറ്റിയില്. ബാലൻ, പിന്നെ എന്റെ ബെസ്റ്റി രായൻ.
താര താര മതി മതി കൂടാ മതി മതി താരാ മാറ്റിയാ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതെല്ലാം എനിക്ക് പണി കിട്ടിയത് అనుకుంటా కదా సేమ్ హెయిర్ స్టైల్ ആണ് ക്യാപ്പ് ഇട്ടായിരുന്നു എപ്പോ ഞാൻ പൂവൊക്കെ വെച്ചിട്ട് നടക്കും. താര ഇങ്ങോട്ട് വരൂ തന്തയോടെ ഞാൻ വരത്തില്ല. അതെന്താ എന്തെങ്കിലും പ്രശ്നമാണോ? ഒന്നുമില്ല കുട്ടി, ഞാൻ പറഞ്ഞുതരാം. അതായത് താര വരൂന്ന് നമുക്ക് അറിയുന്നോണ്ട് അല്ല ഞാൻ ഒരു പ്രാങ്ക് കുട്ടിയോ, ഒപ്പിച്ചു. ഇതാരെന്നറിയോ? ആരാ? ഐര. ഐറയാണോ? അന്നെ മനസ്സിലായോ? ഓ പിന്നെ നിന്നെ മനസ്സിലായി. ആദ്യം താരയുടെ കൂടെ ആകെയുള്ളത് നീ മാത്രമാണ്. സോ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അല്ല ഇപ്പൊ അന്റെ അങ്ങനെ തന്നെയാണല്ലോ. അല്ല അന്റേതും അങ്ങനെ തന്നെയാണല്ലോ. ആ അതെ അങ്ങനെ మనకి మలయాళం రాదు కాబట్టి మనకు అర్థం కావట్లేదు కొన్ని నాకు అర్థం కావట్లేదు. నాకు కూడా అర్థం కాలేదు. നിങ്ങ ഈ ഭാഷയിൽ അങ്ങനെ തെറി വിളിക്കല്ലേ? നിങ്ങൾ എന്നെ തെറി വിളിക്കുന്നത് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. അല്ല ഞങ്ങള് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതെ അതെ അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഹലോ ഹലോ എടാ ജേജ അനക്ക് വേറെ ഒന്നും കാണുന്നില്ലടാ. എന്തോ T/റീലോഗ് എങ്ങനെ അടിക്കല്? എടാ ഇപ്പൊ വരാടാ. ഹെൽപ്പ് അടിക്കുന്നത് അതെങ്ങനെയാ? മനസ്സിലായി. എന്താണ് എന്താ പറയണ്ട? ദൈവം കമ്മെന്നാ? ഗോഡ് കം അല്ലേ? ഹലോ ബ്രോ. ഗോഡ് കമ്മ് അർജന്റ് ഗോഡ് കം. ഹലോ താര. ആ പറ. എടാ തക്കായി നീ അന്റെ അടുത്ത് വിളിക്കുന്നവർക്കല്ലടാ. നിന്നെന്താ തക്കാളി? ആ അതെ ഇതാരാ? ഹലോ ലയോ ലയോ അല്ല അയ്യോ ഒരു മിനിറ്റ്. താര അല്ല ദൈവം ഒരു മിനിറ്റ് മോളെ. താര എഫ് താര എഫ് ആണോ? ആ ഓക്കെ ഓക്കെ. അപ്പൊ ലയാ ദൈവത്തിന് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ദൈവം എനിക്ക് സ്ക്രീനില് ഒന്നും കാണുന്നില്ല. അതായത് എന്റെ ഇത് മാത്രം ഗെയിം മാത്രമേ ഉള്ളൂ. അല്ല അതല്ല ഈ വോയിസ് വെക്കുന്നതിന്റെ സാധനം ഉണ്ടാവും സൈഡില് കുറച്ച് അതൊന്നും ഇല്ല. അതെങ്ങനെ? ഇത് ഇടയ്ക്ക് എന്തോ ആയി. ജേജ കേൾക്കുന്നുണ്ടോ എനിക്ക്? എടാ എനിക്കിപ്പോ മൊത്തം ബ്ലറായടാ. ഒന്നും വന്നില്ല. എന്തോ ഒരു ഫുള്ള് മൊത്തത്തിൽ ബ്ലറ്. റീലോഗാ പോലും തരണത്. കോഡ് പോയാ? കോഡ് റീലോഗ് ആ ആയിക്കോളാം. ഞാനോ തേലൂതും വീട്ടി താഴത്തോട്ടിൽ നിന്നിട്ടും മീൻ തപ്പി